പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ജൂൺ 6 ശനിയാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുപ്രഭാതം വരദീകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാത രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താൽ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങനെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതത്തിലെ ഒരു പ്രധാന എക്സർസൈസ്, ആത്മീയ അഭ്യാസം, അരമണിക്കൂർ വചനം വായിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നിങ്ങൾ ഒരു 20 മിനിറ്റ് വചനം വായിച്ചിട്ട് 20 മിനിറ്റ് നിങ്ങൾ 10 മിനിറ്റെങ്കിലും വെറുതെ കൂളായിട്ടിരിക്കണം. മനസ്സിനെ കാം ഡൗൺ ചെയ്ത് കൂളായിട്ടിരിക്കണം. ഇങ്ങനെ എല്ലാ വിഷയം. അതുപോലെ തന്നെ ഇപ്പോൾ പ്രഭാഷകൻ പറയരുത്, നിങ്ങൾ എടുത്തു ചാടി മറുപടി പറയരുത്. മനസ്സിനെ ഏകാഗ്രമാക്കാൻ അച്ഛൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഈ പ്രഭാഷകൻ 11:8 വചനങ്ങളും അതിൻ്റെ പരിസരത്തുള്ള വചനങ്ങളൊന്ന് വായിക്കേ. പ്രഭാഷകൻ 11-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. പ്രഭാഷകൻ പറയുന്നത് 7. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്കു കയറി പറയരുത്. വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടരുത്. പാപികളുടെ വിധിതീർപ്പിൽ പങ്കാളിയാകരുത്. അതായത് ഇതിൻ്റെ അകത്ത് വിഷയം വെച്ച് കഴിഞ്ഞാൽ പല വിഷയങ്ങളും. ഇപ്പം ഞാൻ എപ്പോഴും അമ്മയെ കാണുമ്പോഴേ അമ്മയുടെ മനസ്സില്ലേ, അമ്മയുടെ മനസ്സ് പറയാൻ വേണ്ടി എപ്പോഴും ബൈബിൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് എല്ലാ വിഷയങ്ങളും. അപ്പോൾ അവിടെ ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. എടുത്തയാടി മറുപടിയില്ല. പിന്നെ എന്തെങ്കിലും ഇല്ലാത്തത്, കേൾക്കുന്നതിന് മുമ്പ് മറുപടിയില്ല. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. പിന്നെ ആദ്യം ആലോചന പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത്. അപ്പോൾ ഇതിനെല്ലാം കൂടി എടുത്തിട്ടാണ് ഒരു മരിയൻ ബിഹേവിയർ ഫോം ചെയ്യണത്. എന്താണ് ഇതിൻ്റെ കണ്ടൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് കണ്ടൻറ്റുകൾ. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഹൃദയത്തിലേക്ക് ഇപ്പം നമ്മൾ ഈ മരുന്നൊക്കെ വായിക്കത്തില്ലേ, പക്ഷേ ഇഞ്ചക്ഷൻ, വാക്സിനേഷൻ്റെ ഇഞ്ചക്ഷനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ പോളിയോയുടെ ഇഞ്ചക്ഷൻ തന്നെ എടുത്താലും അപ്പോൾ ഗവൺമെൻറ് ഓർഡർ ഇടും, നാളെ പോളിയോയുടെ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പോളിയോയുടെ ഇഞ്ചക്ഷൻ ആ ദിവസം പോളിയോ ഇഞ്ചക്ഷൻ കഴിയണവരെ ആ വാക്സിൻ ആ സ്ഥലത്ത് കറണ്ട് പോകത്തില്ല. എല്ലാ ഫ്രിഡ്ജും കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കറണ്ട് അവിടെ കൊടുക്കും. അതെന്താ കാര്യം? എല്ലാ മരുന്നിലും എഴുതിയിട്ടുണ്ട്, കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ആ ഹൃദയത്തിൽ മറിയത്തിൻ്റെ ഹൃദയം ഒരു കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസാണ്. അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകത്തില്ല. എന്തിനാണ് ഈ ഡാർക്ക് പ്ലേസിലൊക്കെ വെക്കുന്നത്? കൂളായിട്ടുള്ള സ്ഥലത്ത്. ഹീറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ വൈറസിൻ്റെ ആൻറ്റി ബാക്ടീരിയയൊക്കെ ഉള്ള നമ്മൾ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കത്തില്ലേ, അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആ വൈറസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ കെമിക്കൽ മോളിക്യൂള് ഈ മരുന്നിലുണ്ട്. പക്ഷേ ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂലകത്തിന് തന്മാത്ര ചേഞ്ച് വരും. അത് വേറെ ഒരു സാധനമായിട്ട് മാറും. അതുകൊണ്ടാണ് കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. മരുന്ന് മാറിപ്പോവും.
ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്പിരിൻ എന്നും പറഞ്ഞൊരു മരുന്നില്ലേ, അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ അതിന് ഹീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ തന്മാത്ര ചേഞ്ച് ചെയ്തിട്ട് 2 ആസിഡായിട്ട് മാറും. ഒന്ന് ഈ ത്വക്ക് രോഗത്തിനൊക്കെ പറ്റുന്ന സാലിക്ലിക് ആസിഡ്, രണ്ടാമത്തത് വിനാഗിരിയായിട്ട് മാറും. ആ കെമിക്കൽ ചേഞ്ച് വരും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തില്ല. ഇതാണ് കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസിൻ്റെ വിഷയം. നമ്മുടെ ബിഹേവിയറിൽ എപ്പോഴും ഈ കൂൾ ആൻഡ് ഡാർക്ക് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും എല്ലാവരോടും പറയാനുള്ളതല്ല, കുറച്ച് ഡാർക്ക് ഉണ്ടാകണം. എല്ലാ കാര്യവും എല്ലാവരും അറിഞ്ഞാലേ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ ചില സമയത്ത് അവർക്ക് ഇപ്പോൾ ചിലർ പൊട്ടന്മാരാണെന്ന് നമ്മൾ പറയണേ, അവർക്ക് എങ്ങാനും ചെവി കേൾക്കാമെങ്കിൽ എന്തുമാത്രം അടി നടന്നേന്. ഇതിപ്പോൾ ചിലർ പൊട്ടന്മാരാകണമെന്നല്ല ഞാൻ പറയണത്. അതായത് ചില കാര്യങ്ങൾ ചില സമയത്ത് അറിയാൻ പാടില്ല. അതാണ് ഡാർക്ക് പ്ലേസ് എന്ന് പറയണത്. അതറിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്കൊരു പിടിയും കിട്ടത്തില്ല. അതുകൊണ്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റണേ ഹൃദയത്തിൽ. അമ്മ പറഞ്ഞത് എന്താണ്? മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെ വേറെ ആരോടും പറഞ്ഞില്ല. കാര്യം വീട്ടിൽ പറഞ്ഞില്ലെന്നാണ് ഈ പറയണത്. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യവും, അതായത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ആൾക്കാരെ സംസാരിച്ചാണ് ദൈവമായിട്ട് അകന്നു പോണത്. സംസാരിച്ചാണ് അകന്നു പോണത്. കാര്യം ഇപ്പം ചില ആൾക്കാർ ഉടമ്പടിയിൽ നിന്ന് ആ വിശ്വസ്തത പോണ എങ്ങനെയാണ്? ചില ദൈവമായിട്ട് എതിര് സംസാരം നടത്തും. വെച്ചാൽ അയ്യോ ഞാൻ 3 നീലത്തിരി കത്തിച്ചല്ല, എന്നിട്ടും എനിക്ക് വിസ പ്രോസസ്സ് ആയില്ല, ഇതെന്ത് പ്രാർത്ഥനയാണെന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാർ വാ പൊളിച്ച് പണി മേടിക്കും. കാര്യം ചിലപ്പോൾ ദൈവം നാളെ ചെയ്യാനിരുന്ന കാര്യമായിരിക്കും. ഇതിനേക്കാളും നല്ലൊരു ടൈമിൽ നിനക്ക് എയർ ടിക്കറ്റ് എടുത്ത് നിനക്ക് കറക്റ്റ് ലാൻഡിങ് ചെയ്യാൻ വേണ്ടി ദൈവം കരുതി വെക്കുമ്പോഴാണ് നിൻ്റെ സ്വന്തം സ്വഭാവം കൊണ്ട് ദൈവാനുഗ്രഹത്തിനെതിരെ നീ വാപൊളിക്കണത്. അതുകൊണ്ട് വാപൊളിപ്പ് കുറക്കണമായിരിക്കും എപ്പോഴും നല്ലത്. കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. ഇനി അമ്മ ചില കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പോൾ ഇടയന്മാർ ഒക്കെ അമ്മയെ വന്ന് പെറ്റുനിറഞ്ഞ് കണ്ടല്ലേ, എന്തോ ഒരു നാണക്കേടാ. എന്തൊരു സുന്ദരമായ ജീവിതത്തിൽ കുടുംബത്തിൽ പെറ്റിരുന്നെങ്കിൽ എന്തോ ഒരു അംഗീകാരവും സമ്മാനങ്ങളും ആൾക്കാരുടെ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ കിട്ടും. ദൈവം എന്നോടിത് ചെയ്തല്ല എന്ന് വേണമെങ്കിൽ ഈ ഇടയന്മാർ വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു വാക്ക് പറയാമായിരുന്നു. ഈ രാത്രി വെള്ളവുമില്ല, അശബ്ദാനം കാണാനില്ല, എന്തൊരു ദുരിതമാണ്, ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾക്ക് മഴയും വന്നല്ല, അയ്യോ ഞാൻ അന്നേ പറഞ്ഞതാണ് വേലി കെട്ടണമെന്ന്, ഞാൻ അന്നേ പറഞ്ഞതാണ് ആ ഓട് മാറ്റണമെന്ന്, ഇവിടെ എന്തെല്ലാം ആൾക്കാരുണ്ട്, ഇത് ഒരു മനുഷ്യൻ കേട്ടില്ല, ഇപ്പം എങ്ങനെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ പെയ്തും പെരക്കും ഭ്രാന്തികളെപ്പോലെ ചില ആൾക്കാർ മഴ വരുമ്പോൾ പെരക്കിട്ട് ഓടി നടക്കണില്ലേ. അപ്പോൾ ഈ സംഭവം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ മിണ്ടാതിരുന്ന് പ്രെയർ ചെയ്യേണ്ട വിഷയമാണിത്. നടന്നില്ല, ഓക്കെ. അതിൻ്റെ പേരിൽ നമ്മൾ പ്രാന്തെടുത്താൽ വീണ്ടും നമുക്ക് കീപ്പ് ഇറ്റിനെ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് എന്നുള്ള ഹീറ്റ് ആകാവുന്ന വല്ല മാർഗം ഉണ്ടാകും. പിന്നെ ലൈറ്റ് ആൻഡ് ഹീറ്റ് കയറി വരികയല്ലേ, അപ്പോൾ നമ്മുടെ മോന്ത തെളിയത്തില്ല. പിന്നെ അത് ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ കയറി വാക്കത്തേക്ക് പിടിച്ച് ഇല്ലാത്ത ഇഷ്യൂസ് അന്തിക്കുമ്പോൾ അടി പ്രവാസത്തിലേക്ക് ഉണ്ടാകും. ചിലപ്പോൾ അന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല. കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. അതാണ് ഈ പ്രഭാഷകൻ പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ആദ്യം കേട്ടാൽ മറുപടി കുറച്ച് കാര്യം ഡാർക്കിൽ വെക്കണം. സീൻ ഡാർക്കായെന്നൊക്കെ ചിലതൊക്കെ അങ്ങനെയല്ല, കുറച്ച് കാര്യം മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ട സമയം അല്ലെങ്കിൽ അവർ അറിയേണ്ട വിഷയം അല്ലെങ്കിൽ നമ്മൾ അറിയിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് എന്തുമാത്രം ലക്ഷക്കണക്കിന് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ആരും എൻ്റെ കൂടെ ഉള്ളവർക്ക് പോലും എന്താണെന്ന് പോലും ഒരു പിടിയും കിട്ടത്തില്ല. കാര്യം പ്രൊഫഷണലായിട്ട് നമ്മുടെ ജോലി അതാ. ഇതുമാത്രം മനുഷ്യരെ ഹൃദയം തുറക്കണതാണ് പ്രൊഫഷണൽ ജോലി അതാ. ചിലപ്പോൾ അവർ എന്നോട് പറഞ്ഞതിന് അവർക്ക് ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ബന്ധം ഉണ്ടാകത്തുള്ളൂ. അവരുടെ മറ്റുള്ള ആൾക്കാർ എന്നുമായിട്ട് എന്നെക്കണം നല്ല പ്രവർത്തന ബന്ധങ്ങളും ഉണ്ടാവും. പക്ഷേ എന്താണെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. അത് ഡാർക്ക് പ്ലേസ്. എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ഈ പ്രഭാഷകൻ നമ്മൾ വായിച്ച 11:7 തൊട്ടുള്ള വചനങ്ങൾ എടുത്ത് ചാടി മറുപടി പറയാതിരിക്കുക. പ്രഭാഷകൻ 11:7 അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. പ്രഭാഷകൻ 5:11 കൂടി വായിച്ചു. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനം കാട്ടണം. ഒരു സ്പേസ് ഇടണം. അല്പം ശാന്തമായിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് അവരോട് പറയാവുന്നത് മാത്രമേ
അവർ പറയേണ്ട കാര്യമുള്ളൂ, അത് എഡിറ്റ് ചെയ്ത് പറയണമെന്ന്. ഇപ്പം കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. പ്രത്യേകിച്ച് വചനവും ജീവിതവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.